തുടക്കത്തിൽ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ സൂചിപ്പിച്ചു പോകാം. ഒന്ന്, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് 30 ലക്ഷം രൂപ നൽകിയാണ് ഒരു വീടിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു വീട് നിർമ്മിക്കാൻ 30 ലക്ഷം രൂപയാണ്, തെറ്റാണ്. 20 ലക്ഷം രൂപയാണ് സർക്കാർ ഒരു വീടിന് കണക്കാക്കിയിട്ടുള്ളത്. 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന് 20 ലക്ഷം രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത്. കേരളത്തിൽ ഒട്ടനവധി സ്ഥാപനങ്ങൾ, സാമൂഹിക സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ വീട് എന്നുള്ള വാഗ്ദാനം മുമ്പോട്ട് വെക്കുന്ന സാഹചര്യം ഉണ്ടായി. അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയും, ഡിവൈഎഫ്ഐ ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് 100 വീടുകൾക്ക് വേണ്ടിയുള്ള 25 വീട് പ്രഖ്യാപിച്ചു. അതിന്റെ ഏറ്റവും ഒടുവിൽ 100 വീടുകൾക്ക് വേണ്ടി 20 ലക്ഷം രൂപ വീതം 20 കോടി രൂപ മുഖ്യമന്ത്രിക്ക് ഇന്നലെ നൽകി കഴിഞ്ഞു. അതാണ് ചേർത്തുപിടിക്കൽ. നേരത്തെ സൂചിപ്പിച്ചതിലെ ചേർത്തുപിടിക്കൽ അതാണ്. പിന്നെ ഇതിൽ പറഞ്ഞ രണ്ടാമത്തെ ഒരു പെശക് 5 സെന്റ് ഭൂമി എന്ന് പറഞ്ഞു. നേരത്തെ ആരോ തിരുത്തി, 7 സെന്റ് ഭൂമിയാണ് ആലോചിച്ചിട്ടുള്ളത്. അത് എവിടെയാ? വയനാട് എന്ന് പറയുന്ന ഗ്രാമത്തെക്കുറിച്ച്, വയനാട് എന്ന് പറയുന്ന ജില്ലയെ കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. വയനാടിന്റെ കേന്ദ്രമായിട്ടുള്ള കൽപ്പറ്റ പട്ടണത്തിൽ നിന്ന് കിലോമീറ്റർ പോലും ദൂരമില്ലാത്ത സ്ഥലത്താണ്, ഏറ്റവും കണ്ണായ സ്ഥലമാണ് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം അവരെ ചേർത്തു പിടിച്ചു എന്നതിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണം അത് തന്നെയാണ്. ഇതുവരെ നാളിൽ ഇനിയും ഭാവിയിലും ഇത്തരത്തിൽ ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയും ഭൂമി ലഭിക്കാനുണ്ടാവും, ഒരു തർക്കമില്ല. അത്തരം ഭൂമികൾ വേണ്ട എന്നുള്ള നിലപാടിന്റെ ഭാഗമായി ഏറ്റവും ഹൃദയഭാഗത്ത് തന്നെ ഭൂമി കണ്ടെത്തിക്കൊണ്ടാണ് അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മറ്റൊന്ന്, നേരത്തെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു ശവസംസ്കാരത്തിന് പോലും കണക്ക് എഴുതി വാങ്ങി എന്നുള്ളത്. നിങ്ങൾ ഇനിയും ദയവ് ചെയ്ത് ഈ കാര്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കരുത്. പൊതുസമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ ആകെ അപമാനിക്കപ്പെട്ടു പോകും എന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത്. കാരണം നമ്മൾ എത്രയോ നാൾ ചർച്ച ചെയ്തു ഒരു എസ്റ്റിമേറ്റ് തുകയെ ഈ രൂപത്തിൽ നിങ്ങൾ എങ്ങനെ പറയരുത്. ഞങ്ങളൊക്കെ അവിടെ എത്രയോ ദിവസങ്ങളോളം നിന്ന് ഇത്തരത്തിൽ ബോഡികൾ ഉൾപ്പെടെ സംസ്കരിക്കുന്നതിനും ഏറ്റവും ഒടുവിൽ ഈ ഏതാണ്ട് 1.5 മാസത്തിന് മുമ്പ് വരെ അവിടെ അടക്കം ചെയ്ത ബോഡികൾ എടുത്ത് അവരുടെ വീടുകളിൽ അവർക്ക് ഉറ്റവരോടൊപ്പം ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞ സമയത്ത് അതിനുൾപ്പെടെ പോയ ആളുകളാണ് ഞങ്ങള്. അപ്പോ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും അങ്ങ് ഇരുന്നു കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഇനിയെങ്കിലും പറയരുത് എന്നുള്ളതാണ് മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇവിടെ ചേർത്ത് പിടിച്ച കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, കോൺഗ്രസ്സുകാർ പറഞ്ഞു 300 രൂപ വീതം നൽകണം എന്ന് പറഞ്ഞു, ഞങ്ങൾ അവരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. എവിടെ പറഞ്ഞു? നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പൊ അവകാശവാദമായി വരികയാണ്. കേരളത്തിലെ ഗവൺമെന്റ് എന്താ ചെയ്തത്? അവിടെ 1014 ആളുകൾ ഈ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം 1000 രൂപ വീതം വിതരണം ചെയ്തു. KPCC തീരുമാനിച്ചിട്ടല്ല. നിങ്ങൾ KPCC തീരുമാനിച്ച് ഫണ്ട് കളക്ഷൻ എടുത്തല്ലോ. അതിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പൊ പ്രചരിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കണക്ക് ഞാൻ പറയുന്നില്ല ഇവിടെ. എവിടെയാ വീടുകൾ? നിങ്ങൾ മുമ്പ് പ്രഖ്യാപിച്ചതും ഇപ്പൊ പ്രഖ്യാപിച്ചതും ഒക്കെ ധൈര്യമായിട്ട് പറയൂ. നിങ്ങളുടെ കയ്യിലുള്ള ധൈര്യമായിട്ട് പറയണം. അത്തരത്തില് ദുരന്തങ്ങളെ നേരിടാൻ വേണ്ടി ആരെങ്കിലും പൈസ പിരിച്ച് ചില തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ പറയണം, അതിന് കേസും കൊടുക്കണം. ഇപ്പോ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ഇപ്പോ നമ്മളെ മുമ്പിലുണ്ട് ഇല്ലേ? അത് ആ കണക്ക്, വെട്ടിപ്പിന്റെ കണക്ക് പലപ്പോഴായി പുറത്തു വരികയാണ്. ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ അവകാശപ്പെടുകയാണ്, ഞങ്ങൾ പറഞ്ഞതാണ് എവിടെ 1000 രൂപ വെച്ച്, അല്ല 1000-ഓളം ആളുകൾക്ക് ഇത്തരത്തിൽ പണം 10,000 രൂപ വെച്ച് വിതരണം ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചതാണോ? കേരളത്തിൽ ഇതിനു മുമ്പ് ഗവൺമെന്റ് ഉണ്ടായിരുന്നല്ലോ, കോൺഗ്രസിന്റെ ഗവൺമെന്റ്. ക്യാമ്പുകളിൽ പോയി മടങ്ങുന്ന ആളുകൾക്ക് എപ്പോഴാണ് നിങ്ങൾ ആ 10,000 രൂപ വീതം വിതരണം ചെയ്തിട്ടുള്ളത്? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. മറ്റൊന്ന്, അവിടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് 72,000 രൂപ വീതം അടിയന്തരമായി ആളുകൾക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായി. മരണപ്പെട്ട ആളുകൾക്ക് 6 ലക്ഷം രൂപ വീതം വിതരണം ചെയ്തു. അക്കൂട്ടത്തിൽ വാടക 6,000 രൂപ വീതം വിതരണം ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? അതുപോലെ ആ കൂട്ടത്തിലാണ് തീരുമാനിച്ചത്. ഒറ്റപ്പെട്ടു പോവുകയാണ്, ജോലി ചെയ്യാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം വരുന്നു. ആ വരുന്ന സമയത്ത് ഒരു കുടുംബത്തിലെ 2 പേർക്കെങ്കിലും 300 രൂപ വീതം വിതരണം ചെയ്യണമെന്ന് കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചത്, KPCC അല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ചെറിയ വീഴ്ച അതിൽ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, അത് തിരുത്തും. കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി ഉൾപ്പെടെ ആ കാര്യം വളരെ കൃത്യമായി പറഞ്ഞു. അനുവദിച്ച ആളുകൾക്ക് കൃത്യമായി ആ തുക വിതരണം ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ചില പെശകുകൾ അതിനകത്ത് വന്നിട്ടുണ്ട്, അത് കൃത്യമായി പരിശോധിച്ച് തിരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് തുറന്നു പറയാം. അങ്ങനെ നൽകില്ല എന്ന് നിങ്ങൾ എത്ര വട്ടം ആവർത്തിച്ചു പറഞ്ഞാലും അത് നൽകും എന്ന് തന്നെയാണ് അതിന് മറുപടി ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ പറഞ്ഞത് വാക്കുകൊണ്ട് ചേർത്ത് പിടിക്കുന്നു. വാക്കുകൊണ്ടാണോ ചേർത്ത് പിടിച്ചത്? നിങ്ങൾ നോക്ക്, അവിടെ
പെറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ശ്രുതിയാണ്. ശ്രുതിയെ ചേർത്ത് പിടിച്ചത് എങ്ങനെയാ? സർക്കാർ സർവീസിലേക്ക് നിയമനം നൽകിക്കൊണ്ട് ആ ഒറ്റപ്പെട്ടുപോയ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചു. അതാണ് മാതൃക. അല്ലാതെ വാക്കുകൊണ്ട് മാത്രം ചേർത്ത് പിടിക്കുന്നു എന്ന് നിങ്ങൾ ഇവിടെ വെറുതെ വിടുവായത്തം പറഞ്ഞു പോകുന്ന നില ഉണ്ടാവരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഇവിടെ പറഞ്ഞു. അടുത്ത റൗണ്ടിലേക്ക് വരാം ശ്രീജിത്ത്. അല്ല, ഒറ്റ കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞത് എന്താണ് പണത്തിന് പ്രശ്നം? എന്താ പ്രശ്നം? ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു 2200 കോടി രൂപയാണ് കേരളത്തിന്റെ ഗവൺമെന്റ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. നിങ്ങൾ എന്താ നൽകിയത്? 529.5 കോടി രൂപ വായ്പ നൽകി. വായ്പ നൽകാൻ ഇവിടെ കേരളത്തിൽ ഇഷ്ടംപോലെ സഹകരണ സ്ഥാപനങ്ങളുണ്ട്. അതിന് ബിജെപിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആവശ്യമില്ല. ഒരു ഫെഡറൽ സംവിധാനത്തെ ഉൾപ്പെടെ തകർക്കുന്ന രൂപത്തിലേക്ക് കേന്ദ്രത്തിലെ ഗവൺമെന്റ് മാറിയില്ലേ? പ്രധാനമന്ത്രി ഇങ്ങ് വന്നു ഇല്ലേ? നൈസമോളെ ഞങ്ങൾ മറന്നിട്ടില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിന്റെ മകളാണ്. അവരെ ഉൾപ്പെടെ ചേർത്ത് പിടിച്ചു, താലോലിച്ചു. ഞങ്ങളെല്ലാം പ്രതീക്ഷയോടുകൂടെ നോക്കി നിന്നു. പക്ഷേ എന്താ നിങ്ങൾ നൽകിയത്? ഈ ദുരന്തത്തിന് വേണ്ടി ഏത് തുക, എത്ര, ഏതു സമയത്ത് നൽകി? അത് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയണ്ടേ? ഒരു നയാ പൈസ നൽകാതെ ഇവിടെ പറയുകയാണ്. എന്താണ് പണത്തിന് പ്രശ്നം? കേരളത്തിന് എന്ത് പ്രതിസന്ധി? കേരളത്തെ ഇങ്ങനെ തഴഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഓരോ തവണയിലും. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ പറയാനുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളെ, ചൂരൽമലയിലെ മുണ്ടക്കൈയിലെ പ്രിയപ്പെട്ട മരണം സംഭവിച്ച ആളുകളെ ഉൾപ്പെടെ നിങ്ങൾ ദ്രോഹിക്കുന്ന നിലപാട് ഇവിടെ കേരളത്തിനകത്ത് കേന്ദ്രത്തിലെ ബിജെപിയുടെ ഗവൺമെന്റ് സ്വീകരിച്ചത്. ആ കാര്യം വയനാടൻ ജനത ഒരു കാലത്തും മറക്കില്ല എന്നുകൂടെ ഇതിന്റെ കൂടെ അടിവരയിട്ട് പറയുകയാണ്.